അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 1 ബുധനാഴ്ച. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 2 ടൌൺഷിപ്പുകളിലായി 1000 ചതുരശ്ര അടിയിൽ ഒറ്റനിലയുള്ള വീടുകളാണ് പദ്ധതിയിലുള്ളത്. ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. പരോൾ തടവുകാരന്റെ അവകാശമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. TP വധക്കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശ ചടങ്ങിൽ പാർട്ടി നേതാക്കൾ പോയതിൽ എന്താണ് തെറ്റെന്നും സാമാന്യ മര്യാദയുടെ പേരിലാണ് പോയതെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സനാതനധർമ്മ പരാമർശം ദേശീയതലത്തിൽ ചർച്ചയാക്കി BJP. ഹിന്ദുക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപമാനിച്ചെന്നും മറ്റ് മതങ്ങളെ അവഹേളിക്കാൻ ധൈര്യമുണ്ടോയെന്നും ദേശീയ വക്താവ് ഷെഹസാദ് പുനേവാലെ ചോദിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ പൊതുനിലപാടെന്ന രീതിയിലാണ് BJP പിണറായിയുടെ വാക്കുകളെ ദേശീയതലത്തിൽ പ്രചരിപ്പിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രമഴിച്ച് കയറണമെന്ന നിബന്ധന ഒഴിവാക്കേണ്ടതാണെന്ന സ്വാമി സച്ചിദാനന്ദയുടെ അഭിപ്രായം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ. സ്വാമി സച്ചിദാനന്ദയും മുഖ്യമന്ത്രിയും തങ്ങളുടെ പരസ്യ നിലപാട് വ്യക്തമാക്കിയതോടെയാണ് വിഷയം ചർച്ചയ്ക്കെത്തുന്നത്. റോഡിൽ സ്റ്റേജ് കെട്ടി പൊതുസമ്മേളനം നടത്തിയതിനെ വീണ്ടും ന്യായീകരിച്ച് CPM നേതാവ് A. വിജയരാഘവൻ. ഒരു സമരം നടത്തിയാൽ അത് സഹിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് നമ്മുടെ നാട്ടിലെന്നും റോഡിലൂടെ പ്രകടനം നടത്തണ്ട, മലയിൽ കൂടെ നടത്തിക്കോ എന്നതാണ് ചിലരുടെ വാദമെന്നും സമരം ചെയ്യാൻ തെരുവെങ്കിലും വിട്ടുതരൂ എന്നാണ് ഞങ്ങൾ പറയുന്നതെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ രേഖകൾ കണ്ടിട്ടുണ്ടെന്ന ആരോപണം നിഷേധിച്ച് പ്രതിഭാഗം വക്കീൽ അഡ്വക്കേറ്റ് CK ശ്രീധരൻ. ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തെങ്കിലും രേഖകൾ താൻ കോൺഗ്രസിലുള്ളപ്പോൾ കണ്ടിരുന്നെങ്കിൽ പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധവുമായി KSU. കോഴിക്കോട് DDE ഓഫീസിനു മുന്നിലായിരുന്നു KSU പ്രതിഷേധം. DDE ഓഫീസിന്റെ പേര് വിദ്യാഭ്യാസ കച്ചവട കേന്ദ്രം എന്നാക്കി പ്രവർത്തകർ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ഉമാ തോമസ് മക്കളോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞെന്ന് ഡോക്ടർമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നേർത്ത ശബ്ദത്തിലായിരുന്നു ഉമാ തോമസിന്റെ പ്രതികരണമെന്നും തലയ്ക്കുണ്ടായ മുറിവ് ഭേദപ്പെട്ടു വരികയാണെന്നും ഇപ്പോൾ ആളുകളെ തിരിച്ചറിയുന്നുണ്ടെന്നും എന്നാൽ വെന്റിലേഷനിൽ എത്ര ദിവസം തുടരണം എന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. MLAയുടെ ആരോഗ്യസ്ഥിതി ഇന്ന് വീണ്ടും പരിശോധിച്ച ശേഷം തുടർ ചികിത്സകൾക്കുള്ള തീരുമാനങ്ങളെടുക്കും. മാലിന്യ പ്രശ്നത്തിൽ റെയിൽവേക്കെതിരെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടം മുതലേ നല്ല ഇടപെടലായിരുന്നില്ല ഉണ്ടായതെന്നും നിലവിലും മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് മോശം സമീപനമാണ് റെയിൽവേ സ്വീകരിക്കുന്നതെന്നും മേയർ പറഞ്ഞു. കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിന്റെയും മോഹഭംഗത്തിന്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നും ആയിരങ്ങളുടെ വിയർപ്പുകൊണ്ട് കെട്ടിപ്പടുത്ത മഹാസ്ഥാപനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തി വെള്ള പുതപ്പിച്ച് ഉന്മാദിച്ചവർക്ക് ആഹ്ലാദത്തിന് വക നൽകില്ല പുതുവർഷമെന്നും മുൻ MLA PK ശശി. ഒന്നിന്റെ മുൻപിലും ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കുക, എവിടെയും സ്വന്തം അഭിപ്രായം പറയാൻ മടിക്കാതിരിക്കുക, ഉയിര് പോകും വരെ ഉശിര് കൈവിടാതിരിക്കുക എന്നും ശശി കുറിപ്പിൽ പറയുന്നു.
CPM നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉയർത്തിയ ഫേസ്ബുക്ക് കുറിപ്പിന് വിശദീകരണവുമായി PK ശശി. താനിട്ടത് പാർട്ടിയെ വിമർശിച്ചുള്ള കുറിപ്പല്ലെന്ന് PK ശശി പറഞ്ഞു. പുതുവത്സരത്തിന് താൻ കൊടുത്ത ഒരു മെസ്സേജ് മാത്രമാണിതെന്നും പാർട്ടി വിട്ടുപോയവർക്കും പാർട്ടിയെ ചതിച്ചവർക്കുമെതിരെയുള്ള പോസ്റ്റാണെന്നും ശശി വിശദീകരിച്ചു. എന്നാൽ പാർട്ടിക്കെതിരെ വിമർശനം നടത്താൻ പാടില്ലെന്ന് ആരും പറയുന്നില്ലെന്നും എതിർപ്പുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയല്ല പാർട്ടി ഫോറങ്ങളിൽ താൻ അത് രേഖപ്പെടുത്തുമെന്നും ശശി പറഞ്ഞു. കുട്ടനാട് സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കണമെന്നും ഒരു വള്ളത്തിൽ പോലും കയറാൻ ആളില്ലാത്ത പാർട്ടിയായി NCP മാറിയെന്നും വെള്ളാപ്പള്ളി നടേശൻ. മന്ത്രിപദവിക്കായി തോമസ് കെ തോമസിന്റെയും PC ചാക്കോയുടെയും ശ്രമങ്ങൾ കണ്ട് കേരളം ചിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിലെ ലേഖനത്തിലാണ് വിമർശനം ഉന്നയിച്ചത്. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയിൽ രക്ഷിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. സാമ്പത്തിക ചൂഷണത്തിനാണ് സംഘാടകർക്കെതിരെ കേസെടുത്തത്. സംഘാടകരുടെ പണപ്പിരിവിനെ സംബന്ധിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്പോൺസർമാരായ കല്യാൺ സിൽക്സ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും. നർത്തകരുടെ വസ്ത്രത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയത് തങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്ന് കല്യാൺ സിൽക്സ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. കൊച്ചിയിലെ വിവാദ നൃത്തപരിപാടിയിൽ 25,000 പേരെ നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്നത് 25 പോലീസുകാർ മാത്രമായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. പരിപാടിക്കായി 25 പോലീസുകാർ മതിയെന്നാണ് സംഘാടകരായ മൃദംഗാവിഷൻ പോലീസിനെ അറിയിച്ചത്. 25 പേർക്കായി പോലീസിൽ നിയമപ്രകാരമുള്ള പണവും അടച്ചിരുന്നു. 150ഓളം സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാർ പോലീസുകാർക്ക് പുറമെ പരിപാടിക്ക് ഉണ്ടാവുമെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാർ വേണ്ടെന്നും സംഘാടകർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. നവകേരള ബസ് വീണ്ടും സർവീസ് തുടങ്ങി. കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിലാണ് സർവീസ്. സീറ്റുകളുടെ എണ്ണം കൂട്ടിയും സമയക്രമത്തിലടക്കം മാറ്റങ്ങൾ വരുത്തിയുമാണ് സർവീസ് പുനരാരംഭിച്ചത്. കോഴിക്കോട് നിന്ന് രാവിലെ 8:30-നും തിരികെ ബാംഗ്ലൂരുവിൽ നിന്ന് രാത്രി 10:30-നുമാണ് ബസ്. എല്ലാ ദിവസവും സർവീസുണ്ട്. 910 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയത് കൊടിസുനി പ്രതിയായ ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ 1 മാസത്തെ പരോൾ കാലയളവിനിടെ കേസിലെ സാക്ഷികളെ കൊടിസുനി സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് BJP ആക്ഷേപം ഉന്നയിച്ചു. പ്രതിഭ MLAയെ BJPയിലേക്ക് ക്ഷണിച്ച് CPM മുൻ ഏരിയ കമ്മിറ്റി അംഗവും BJP സംസ്ഥാന സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു. മകനെതിരായ കഞ്ചാവ് കേസിൽ പ്രതിഭ MLAയെ പിന്തുണച്ച് ബിപിൻ സി ബാബു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. IC ബാലകൃഷ്ണനെതിരെ വെളിപ്പെടുത്തലുമായി ബത്തേരി അർബൻ ബാങ്ക് മുൻ പ്രസിഡന്റ് ഡോക്ടർ സണ്ണി ജോർജ്. 2021 DCC പ്രസിഡന്റായിരുന്ന IC ബാലകൃഷ്ണൻ 17 പേരുടെ ലിസ്റ്റ് തന്നിട്ട് അനധികൃത നിയമനം നടത്താൻ ആവശ്യപ്പെട്ടെന്നാണ് വെളിപ്പെടുത്തൽ. എന്നാൽ ലിസ്റ്റ് തള്ളി താൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ 6 ഒഴിവിലേക്ക് നിയമനം നടത്തിയെന്ന് ഡോക്ടർ സണ്ണി വെളിപ്പെടുത്തി. തിരുവനന്തപുരം കരകുളത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ മൃതദേഹം കോളേജ് ഉടമ അബ്ദുൽ അസീസ് താഹയുടേത് തന്നെയെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലെ ഗാലറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. മരണമല്ലാതെ മറ്റൊരു വഴിയില്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത്. പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും എത്തിച്ച ഗവേഷകനാണ്. 50 കൊല്ലത്തെ ഗവേഷണത്തിന്റെ ഫലമായിരുന്നു ഇത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പുതുവർഷ രാവിൽ കർണാടകയിൽ അര ദിവസം കൊണ്ട് വിറ്റത് 308 കോടി രൂപയുടെ മദ്യം. 2024 അവസാന ദിവസം ഉച്ചയ്ക്ക് 2 മണിവരെ 308 കോടിയുടെ മദ്യമാണ് കർണാടകയിൽ വിറ്റത്. കഴിഞ്ഞ വർഷത്തെ കണക്കിനേക്കാൾ ഇരട്ടിയാണിത്. മുഴുവൻ ദിവസത്തെ കണക്കുകൾ കിട്ടിയാൽ ലാഭം ഇനിയും ഉയരുമെന്നാണ് എക്സൈസ് വകുപ്പ് പറയുന്നത്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം തെലങ്കാന നിയമസഭ പാസാക്കി. തെലങ്കാന സർക്കാരിന്റെ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതായി രാജ്യസഭയിലെ കോൺഗ്രസ് ഉപനേതാവ് പ്രമോദ് തിവാരി ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു.
ആഭ്യന്തര സംഘർഷങ്ങളുടെ കെടുതി അനുഭവിക്കുന്ന യമന് $50 കോടി കൂടി സഹായമായി നൽകി സൗദി അറേബ്യ. ദുരിതം നേരിടുന്ന ജനതയുടെ പുനരധിവാസത്തിനും രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്കും വികാസത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തുക എന്ന സൗദി അറേബ്യയുടെ വിശാല താൽപര്യത്തിന്റെ ഭാഗമായാണ് ഈ സഹായം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം റോബിൻ ഉത്തപ്പയ്ക്കെതിരെ EPFO പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 23.34 ലക്ഷം രൂപ PF അരിയേഴ്സ് നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് ഉത്തപ്പ അടക്കമുള്ളവർക്കെതിരെ EPFO അധികൃതർ അറസ്റ്റ് വാറണ്ട് നൽകിയത്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയുടെ പ്രകടനത്തെ പ്രശംസിച്ച് ഓസ്ട്രേലിയൻ പേസ് ഇതിഹാസം ഗ്ലെൻ മഗ്രാത്ത്. ജസ്പ്രീത് ബുംറ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ടെസ്റ്റ് പരമ്പര ഓസ്ട്രേലിയ തൂത്തുവാരുമായിരുന്നുവെന്ന് മഗ്രാത്ത് പറഞ്ഞു. പരമ്പരയിലെ 4 ടെസ്റ്റുകളിൽ നിന്ന് 12.83 ശരാശരിയിൽ 30 വിക്കറ്റുകളാണ് ബുംറ ഇതുവരെ എറിഞ്ഞിട്ടത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.